അപ്പം നമ്മളിന്ന് ക്രിസ്പി കോണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ക്രിസ്പി കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ അടർത്തി ഇടാം. വിഴുങ്ങില്ലടാ. അപ്പോൾ നമ്മളിത് കോണിൽ നിന്നൊക്കെ ഇതൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിക്കാം. നമുക്ക് വെള്ളം ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കോണൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്. ജസ്റ്റ് കോട്ട് കൊടുത്തിട്ട് ഓയിൽ വറുത്തെടുക്കണം. ഇതൊക്കെ നമുക്ക് കോരിയെടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത സെറ്റും കൂടി വറുത്തെടുക്കാം. അപ്പൊ പതിവ് പോലെ ഉണ്ണിമോൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഏകദേശം നമ്മുടെ ഓയില് കോണൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ലുലുവിലൊക്കെ പോകുമ്പോഴേ ഈ ലുലുവിന് മാളിലൊക്കെ പോകുമ്പോൾ പുറത്ത് ഇങ്ങനെ കോണിൻ്റെ ഇത് വെച്ചിട്ട് കോൺ മസാല ഒക്കെ ഇട്ട് കൊടുക്കലൊക്കെ ഇല്ലേ. അതിന്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൊതി വരും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൂടെ ഒക്കെ പോകുമ്പോൾ എനിക്ക് പൊതുവെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. പക്ഷെ വാങ്ങാൻ അത്ര ഇഷ്ടമൊന്നും തോന്നാറില്ല. എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് കേട്ടോ. അപ്പൊ ഉണ്ണിമോൾക്കൊക്കെ ഇഷ്ടമാണ്. ക്രിസ്പി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാന്നുള്ളൊരു ലെവലിലാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം ഓയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ജീര പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ചാട്ട് മസാല അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇത്രയും പൊടിയിൽ ചേർന്നതല്ല. അപ്പം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ലേശം കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ട കിലുക്കം കണ്ട സൗണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 2 ഐറ്റം കൂടി 3 ഐറ്റം കൂടി ആഡ് ചെയ്യണം. നമുക്ക് അതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് സബോളൊക്കെ ഇട്ട് കൊടുക്കാം. അവർ കടയിലൊക്കെ തരുമ്പോൾ അങ്ങനെയല്ലേ തരാം. എന്നിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലെമൺ പിഴിഞ്ഞ് നോക്കാം. നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അതെ ഇപ്പം നന്നായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അത് നമുക്ക് ഒരു കഴിച്ചു കിട്ടാ. അടിപൊളി ടേസ്റ്റാട്ടോ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.